ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ലേണിംഗ് മെറ്റീരിയൽസ് അഥവാ പഠന വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൻ്റെ വ്യത്യസ്ത രീതികളാണ്. ഒരു രീതി നേരത്തെ നിങ്ങൾക്ക് നൽകിയിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് കാണാവുന്നതാണ്. ലേണിംഗ് മെറ്റീരിയൽ വിദ്യാർത്ഥികൾക്ക് നൽകുമ്പോൾ ആദ്യം നാം ക്ലാസ് റൂം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 10th K എന്ന ക്ലാസ് റൂമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 10th Kയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് താഴെ സ്ട്രീം, ക്ലാസ് വർക്ക്, പ്യൂപ്പിൾ സ്ട്രീമാണ് ഇവിടെ ആക്റ്റീവായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ നമുക്ക് മെസ്സേജൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. പബ്ലിക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിൽ നമുക്ക് മെസ്സേജുകൾ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്ന ഭാഗത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും പോസ്റ്റേഴ്സ്, നോട്ടീസൊക്കെ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയലാണ് നൽകേണ്ടത്. ക്ലാസ് വർക്ക് സെലക്ട് ചെയ്യാം. ക്ലാസ് വർക്ക് നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റിൽ ഒരു പ്ലസ് ബട്ടൺ, താഴെ റൈറ്റ് സൈഡിലായി ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. പ്ലസ് ബട്ടൺ അമർത്തുക. ഇതിൽ അസൈൻമെന്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ, റിയൂസ്, പോസ്റ്റ്, ടോപ്പിക്, ഇതിൽ മെറ്റീരിയലാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അറ്റാച്ച് എന്ന ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ നൽകുന്നത്. ടൈറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടൈറ്റിലാണ് മോർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനിലാണ്, ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ടോപ്പിക്ക് നേരത്തെ ചാപ്റ്റർ 3 റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നൽകുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ടോപ്പിക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അതൊന്ന് ചൂസ് ചെയ്യുന്നു. ദെൻ സേവ് ബട്ടൺ അമർത്താം. ശേഷം നമുക്ക് അറ്റാച്ച്, മുകളിൽ അറ്റാച്ച്, അതേപോലെ സെൻഡ്, രണ്ട് ഓപ്ഷനാണ് കാണാൻ പറ്റുന്നത്. അറ്റാച്ച് ഫയൽ എന്ന പാർട്ട് ചൂസ് ചെയ്യാം. അറ്റാച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവ്, ലിങ്ക്, അപ്ലോഡ് ഫയൽ, ടേക്ക് ഫോട്ടോ, റെക്കോർഡ് വീഡിയോ, ന്യൂ PDF. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഗാലറിയിലുള്ള ഒരു ഇമേജാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അപ്ലോഡ് ഫയൽ എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു ഫോട്ടോ, ഒരു ഇമേജ്, ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു പേജ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ് ടേക്ക് ഫോട്ടോ. ദെൻ റെക്കോർഡ് വീഡിയോ നമ്മുടെ വീഡിയോ ക്ലാസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഇനി ലൈവായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിവിധ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അപ്ലോഡ് ഫയൽ. ലിങ്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്ലോഡ് ഫയലിൽ ഇവിടെ 2 ഇമേജസ് എനിക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ സെക്കൻഡും തേർഡും കാണുന്നതാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ പറയുന്നു. ദെൻ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വീണ്ടും അറ്റാച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് ഫയൽ. സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്തു. ഓപ്പൺ ബട്ടൺ അമർത്തുന്നു. ദെൻ നമുക്ക് നൽകേണ്ട 2 ഇമേജസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സെൻഡ് ചെയ്യാം. സെൻഡ് ഓപ്ഷൻ മുകളിൽ അറ്റാച്ച് ഓപ്ഷൻ്റെ കൂടെ കാണുന്ന സെൻഡ് ബട്ടൺ അമർത്താം. മെറ്റീരിയൽ ക്രിയേറ്റഡ് എന്നൊരു മെസ്സേജ് താഴെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽസ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നൽകാൻ കഴിയുന്നത്. മറ്റൊരു രീതി, നമ്മുടെ ഫോണിലുള്ള ഒരു മെറ്റീരിയൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ക്ലാസ് റൂം വഴി അപ്ലോഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ക്ലാസ് റൂമിൽ പോയി അറ്റാച്ച് ചെയ്തതാണ്. ഇവിടെ ചെയ്യുന്നത്, ഞാൻ റീസെൻ്റ് ഫയലിൽ ഗാലറിയിലുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. സെൻഡ് എന്ന ബട്ടൺ അമർത്തുന്നു. ദെൻ താഴെ നമുക്ക് നമ്മുടെ ഫോണിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആപ്പുകൾ കാണാൻ കഴിയും. ഇതിൽ ഗൂഗിൾ ക്ലാസ് റൂം ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ ക്രിയേറ്റ് അസൈൻമെൻറ്റ്, ആസ്ക് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് മെറ്റീരിയൽ എന്നൊക്കെ കാണാൻ പറ്റും. അതിന് മുമ്പേ മുകളിൽ 10th K മാത്തമാറ്റിക്സ് എന്ന ക്ലാസ് റൂം ഇവിടെ ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഇനി ഈ ക്ലാസ് റൂം അല്ല നമുക്ക് ആവശ്യമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 10th K മാത്തമാറ്റിക്സ് എന്ന ക്ലാസ് റൂമിൻ്റെ നേരെ റൈറ്റിൽ ഒരു ആരോ കീ കാണാൻ പറ്റും. ഈ ആരോ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്ലാസ് റൂം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 10th M ആണ് ചൂസ് ചെയ്യുന്നത്. 10th M
ക്ലിക്ക് ചെയ്തു. താഴെ ക്രിയേറ്റ് മെറ്റീരിയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ടൈറ്റിൽ നൽകാം. ടോപ്പിക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കാണ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പുതിയ ടോപ്പിക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആഡ് ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സേവ് ബട്ടൺ അമർത്തുന്നു. ദെൻ ഇനി ഒരു ഫയൽ കൂടി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ അറ്റാച്ച് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജോ ഇവിടെ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ഫയൽ എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിലധികം ഇമേജസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ സെൻഡ് ബട്ടൺ അമർത്താം. ഇപ്പോൾ 10th Kയിലും 10th Mയിലും നമ്മൾ വർക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 10th M മാത്തമാറ്റിക്സ് എന്ന ക്ലാസ്സിൽ 10th Kയിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ റീയൂസ് പോസ്റ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്.